നമസ്കാരം. സിറിയയിൽ വിമത നീക്കത്തെ തുടർന്ന് രാജ്യം വിട്ടോടിയ പ്രസിഡന്റ് അസദും കുടുംബവും ഇപ്പോൾ താമസിക്കുന്നത് റഷ്യൻ തലസ്ഥാനമായ മോസ്കോയിലാണ്. സിറിയയിലെ പോലെ തന്നെ അത്യാഡംബര ജീവിതമാണ് ഇവർ റഷ്യയിലും നയിക്കുന്നത് എന്നാണ് അവിടെ നിന്ന് വരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അസദ് മോസ്കോയിലേക്ക് രക്ഷപ്പെട്ടത് ഏതാണ്ട് 1,60,000 കോടി രൂപയുമായിട്ടാണ് എന്നാണ് പറയപ്പെടുന്നത്. മോസ്കോ നഗരത്തിൻ്റെ ഹൃദയഭാഗത്ത് ശതകോടികൾ വില വരുന്ന ആഡംബര ഫ്ലാറ്റുകൾ അസദ് നേരത്തെ തന്നെ സ്വന്തമാക്കിയിരുന്നു. ഭാര്യ അസ്മ അൽ അസദും 3 മക്കളുമൊത്താണ് അസദ് മോസ്കോയിലേക്ക് രക്ഷപ്പെട്ടത്. ബ്രിട്ടനിലെ അതിസമ്പന്ന കുടുംബത്തിൽ ജനിച്ചു വളർന്ന അസ്മ സിറിയയിൽ ആഡംബര ജീവിതത്തിൻ്റെ പേരിൽ ഏറെ വിമർശനം നേരിട്ട വ്യക്തി കൂടിയാണ്. ഷേക്സ്പിയറിൻ്റെ കുപ്രസ്ഥ കഥാപാത്രമായ ലേഡി മാക്ബത്തിനോടാണ് പലരും ഇവരെ ഉപമിച്ചിരുന്നത്. ഔദ്യോഗിക വസതി അലങ്കരിക്കുന്നതിനും വസ്ത്രങ്ങൾ വാങ്ങുന്നതിനുമായി കോടിക്കണക്കിന് ഡോളറാണ് ഇവർ ചെലവാക്കിയിരുന്നതെന്നായിരുന്നു അസ്മയ്ക്കെതിരായ പ്രധാന ആരോപണങ്ങൾ. ലോകത്തെ വിവിധ ബാങ്കുകളിൽ ഇവർക്ക് ആയിരക്കണക്കിന് കോടി ഡോളറിൻ്റെ നിക്ഷേപങ്ങളും വൻകിട കമ്പനികളിൽ പങ്കാളിത്തമുണ്ടെന്നാണ് കരുതപ്പെടുന്നത്. റഷ്യയിലും ഇവർക്ക് വൻതോതിൽ സ്വത്തുക്കളും നിക്ഷേപവും ഉണ്ട് എന്നും കരുതപ്പെടുന്നുണ്ട്. കഴിഞ്ഞ ഏതാനും വർഷങ്ങൾക്കുള്ളിൽ റഷ്യയുടെ തലസ്ഥാനമായ മോസ്കോയിൽ അസദിൻ്റെ കുടുംബം 20ഓളം അപ്പാർട്ട്മെൻറ്റുകൾ വാങ്ങിക്കൂട്ടി എന്നാണ് കണക്ക്. ഇതിനായി 30 മില്യൺ പൗണ്ടാണ് ഇവർ ചെലവിട്ടത്. പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ്റെ നേരിട്ടുള്ള നിർദ്ദേശത്തെ തുടർന്നാണ് അസദിനും കുടുംബത്തിനും രാഷ്ട്രീയ അഭയം നൽകാൻ തീരുമാനിച്ചതെന്നാണ് റഷ്യൻ അധികൃതർ വ്യക്തമാക്കുന്നത്. എന്നാൽ അസദും കുടുംബവും എവിടെയാണ് താമസിക്കുന്നത് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ വെളിപ്പെടുത്താൻ റഷ്യൻ പ്രസിഡന്റിൻ്റെ വക്താവ് ദിമിത്രി പെസ്കോവ് വിസമ്മതിച്ചു. അസദ് സിറിയ വിടുന്നതിന് മുമ്പ് തന്നെ ഭാര്യയും മക്കളും മോസ്കോയിലെത്തിയിരുന്നു. അസ്മ അൽ അസദ് അർബുദ രോഗം ഗുരുതരമായ അവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളതെന്നാണ് സൂചന. സിറിയയിൽ അസദിൻ്റെ കൊട്ടാരത്തിൽ നിർമ്മിച്ചിരുന്ന രഹസ്യ തുരങ്കത്തിലൂടെയാണ് കുടുംബം രക്ഷപ്പെട്ടത് എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അസദ് സിറിയയിലെ റഷ്യൻ വ്യോമത്താവളത്തിൽ നിന്ന് റഷ്യയുടെ തന്നെ വിമാനത്തിലാണ് രാജ്യം വിട്ടതെന്നാണ് ഇപ്പോൾ തെളിഞ്ഞിരിക്കുന്നത്. വടക്കിഴക്കൻ പ്രവിശ്യയിലെ ലറ്റാക്ക വിമാനത്താവളത്തിൽ നിന്ന് ഒരു റഷ്യൻ വിമാനം പറന്നു വരുന്നത് പലരും കണ്ടിരുന്നു. ഈ വിമാനത്തിലാണ് അസദ് രക്ഷപ്പെട്ടത് എന്ന് വേണം കരുതാൻ. മാനുഷിക പരിഗണന നൽകിയാണ് അസദിനും കുടുംബത്തിനും രാഷ്ട്രീയാഭയം നൽകിയതെന്നാണ് റഷ്യൻ സർക്കാർ പറയുന്നത്. അസദും കുടുംബവും മോസ്കോയിലെ സ്വന്തം അപ്പാർട്ട്മെൻറ്റിലാണോ അതോ സർക്കാർ നൽകിയ സുരക്ഷിത സ്ഥാനത്താണോ താമസിക്കുന്നത് എന്ന കാര്യവും വ്യക്തമല്ല. അസദിൻ്റെ അമ്മാവനും സിറിയയിലെ ഏറ്റവും വലിയ സമ്പന്നരിൽ ഒരാളുമായ മുഹമ്മദ് മക്ലൂഫിനും റഷ്യയുടെ വിവിധ ഭാഗങ്ങളിൽ വൻ ആസ്തികളുണ്ട്. റഷ്യയിലെ ശതകോടീശ്വരന്മാർ താമസിക്കുന്ന അത്യാഡംബര ഫ്ലാറ്റ് സമുച്ചയങ്ങളിൽ പലയിടങ്ങളിലും അസദ് കുടുംബത്തിനും ഫ്ലാറ്റുകളുണ്ട്. ഈ ആഡംബരം നിറഞ്ഞു നിൽക്കുന്ന ഫ്ലാറ്റുകളുടെ ദൃശ്യങ്ങൾ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലെല്ലാം തന്നെ കാണാൻ കഴിയുന്നുണ്ട്. എത്രമാത്രം സ്വത്തുക്കളാണ് ഇവർ സിറിയയിൽ നിന്ന് അടിച്ചു മാറ്റിക്കൊണ്ട് പോയത് എന്നുള്ളത് ഇനിയും കണക്കാക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിലാണ്. അത്രത്തോളം സ്വത്തുക്കളാണ് രാജ്യത്തെ ജനങ്ങൾ ദാരിദ്ര്യത്തിലും ബുദ്ധിമുട്ടിലും പെട്ട് ഉഴലുമ്പോൾ ഇവർ സമ്പാദിച്ചിരുന്നത് എന്ന് വേണം വ്യക്തമാക്കാൻ. അമേരിക്ക പോലെയുള്ള അല്ലെങ്കിൽ യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ തന്നെ നിക്ഷേപിക്കാൻ ഇവർക്ക് ബുദ്ധിമുട്ടുകളുള്ളത് കൊണ്ട് തന്നെ ഒരുപക്ഷെ തങ്ങൾക്ക് കൂടുതൽ അടുപ്പമുള്ള റഷ്യ പോലുള്ള രാജ്യങ്ങളിലായിരിക്കാം ഈ കുടുംബം കൂടുതൽ സ്വത്തുക്കൾ സമ്പാദിച്ചിട്ടുള്ളത് എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. പ്രസിഡന്റ് സ്ഥാനത്തിൻ്റെ ആഡംബരവും പദവിയുമൊക്കെ സിറിയയിൽ വിട്ടുപോകേണ്ടി വന്നു എങ്കിലും ഇപ്പോഴും അതിനേക്കാൾ ആഡംബരത്തിൽ ജീവിക്കാനാണ് ഇവർക്ക് ഇപ്പോൾ ഒരു അവസരം ലഭിച്ചിരിക്കുന്നത് എന്ന് വേണം കരുതാൻ. കാരണം അത്രത്തോളം ആസ്തികൾ ഇവർ റഷ്യയിൽ വാങ്ങിക്കൂട്ടിയിട്ടുണ്ടായിരുന്നു.